നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്തായിരുന്നാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, ഭരണപക്ഷത്തെ സംബന്ധിച്ച് ഒന്നിനു പിറകെ മറ്റൊന്നായി തിരിച്ചടികൾ ഏൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുണ്ടാകുന്നത്. മുഖ്യമന്ത്രിയുടെ PR സ്റ്റണ്ടിനെ കുറിച്ചുള്ള വിമർശനം പല കോണിൽ നിന്നും ഉയർന്നു കേൾക്കുമ്പോഴാണ് ഇപ്പോൾ ഹൈക്കോടതി അടക്കം സാധാരണ ജനങ്ങളുടെ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അതിശക്തമായി താക്കീത് നൽകിയിരിക്കുന്നത്. ജീവനക്കാർക്ക് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അയച്ച ഒരു സന്ദേശം തന്നെയാണ് ഇതിനാധാരമായിട്ടുള്ളത്. ഇതിനേറെ പറയുന്നു, ഏറെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ട സ്പാർക്കിലെ ഡേറ്റ അടക്കം ചോർത്തി എന്നുള്ള ആരോപണം തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നേരിടുന്നത്. സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് തങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചെന്നുള്ള പരാതി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഈ പരാതിയിലാണ് രൂക്ഷ വിമർശനം ഉയർത്തിയത്. ജീവനക്കാരുടെ വ്യക്തിവിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എങ്ങനെയാണ് കിട്ടിയത്? സർക്കാർ രേഖകളിലുള്ള കാര്യങ്ങൾ എന്തിന് മുഖ്യമന്ത്രിയുടെ PR ടീം വിനിയോഗിച്ചു? ഇത് വ്യക്തമായ സ്വകാര്യതാ ലംഘനമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഡേറ്റ ചോർച്ചയിലുള്ള ആശങ്ക അടക്കം കോടതി രേഖപ്പെടുത്തുകയും ചെയ്തു. സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായ അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് ഇത്തരം പരാമർശം കോടതി ഉയർത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം എതിർകക്ഷിയാക്കിയാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. നടപടി പ്രഥമദൃഷ്ട്യാ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് കോടതി തന്നെ നിരീക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. അക്കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസും ചെയ്തിരിക്കുന്നത് ഗുരുതരമായ തെറ്റ് തന്നെ. കേസ് വീണ്ടും പരിഗണിക്കുന്നത് വെള്ളിയാഴ്ച വരെ തുടർ സന്ദേശങ്ങൾ അയക്കരുതെന്നുള്ള കൃത്യമായ നിർദ്ദേശവും നൽകി. സ്പാർക്ക് ഡേറ്റയുടെ ദുരുപയോഗം തടയണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി കോടതിയിലെത്തിയത്. ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് നടപടി സ്വീകരിച്ചത്. കേസിൽ മുഖ്യമന്ത്രി ഒഴികെയുള്ളവർക്ക് നോട്ടീസ് അയക്കാനും കോടതി ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ശമ്പള പരിഷ്കരണം, DA വർധനവടക്കം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി സ്പാർക്ക് സംവിധാനത്തിലെ നമ്പറുകളിലേക്കും ഇമെയിലുകളിലേക്കും ഒക്കെ തന്നെ സന്ദേശമെത്തി. അനുമതിയില്ലാതെ ഒരു വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ ഉപയോഗിച്ചത് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദത്തിന്റെ ലംഘനമാണ്. അതിനൊപ്പം 2023 ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ നിയമത്തിന്റെ ലംഘനമാണെന്നും ഹർജിയിലൂടെ പറഞ്ഞിരുന്നു. ഇത് ശരിയാണെന്നാണ് കോടതി നിലവിൽ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എവിടെ നിന്നാണ് ഈ സന്ദേശങ്ങൾ അയക്കാനുള്ള നമ്പറുകളും മറ്റും ലഭിച്ചത്? ആരാണത് ചോർത്തിക്കൊടുത്തത്? അത് ചോർത്തിയത് ആരാണെങ്കിലും, അതെങ്ങനെ കിട്ടിയതാണെങ്കിലും അത് ഗുരുതരമായ കുറ്റകൃത്യമായി തന്നെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഇത്തരം വിവരങ്ങൾ മറ്റൊരാവശ്യത്തിനും ഉപയോഗിക്കില്ലെന്ന് അഡ്വക്കേറ്റ് ജനറൽ മറ്റൊരു കേസിനിടെ കോടതിയിൽ പറഞ്ഞിരുന്നു എന്ന കാര്യമടക്കം ഹൈക്കോടതി എടുത്തു പറഞ്ഞു. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് സന്ദേശങ്ങൾ അയച്ചതെന്ന് സർക്കാർ ന്യായീകരിക്കാൻ പല ശ്രമങ്ങൾ കോടതിയിലടക്കം ക്യാപ്സ്യൂൾ ഇറക്കാൻ ശ്രമിച്ചെങ്കിലും കോടതി നിശ്ചിതമായി തന്നെ അതിനെ വിമർശിച്ചു. അങ്ങനെ ഒന്നും സർക്കാരിൽ നിന്നും ഒരു ഗുണഫലവും പറ്റാത്തവർക്ക് സന്ദേശം അയച്ചിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു. ആർക്കും ലഭ്യമാകുന്ന വിവരമാണെങ്കിൽ സ്പാർക്കിലുള്ള ഡേറ്റയ്ക്ക് എന്ത് സംരക്ഷണമാണുള്ളത്? വ്യക്തിഗത വിവരങ്ങൾക്ക് എന്ത് സുരക്ഷയാണുള്ളത്? എന്ത് സന്ദേശം അയച്ചു എന്നതിനേക്കാൾ എങ്ങനെ ഈ വിവരങ്ങൾ ചോർന്നു എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും അധികം ഗൗരവകരമായിട്ടുള്ളത്. ഇത് സ്വകാര്യതാ ലംഘനമാണെന്നുള്ളത് ആദ്യ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. ഗൗരവകരമായ ആരോപണങ്ങൾ തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വ്യക്തികളുടെ വിവരങ്ങൾ കിട്ടിയതെന്നുള്ള ചോദ്യമാണ് ശക്തമായി കോടതി ഉന്നയിച്ചത്. ഇനി കേസ് പരിഗണിക്കുന്നത് വരെ ഒരു കാരണവശാലും സമാനമായ സന്ദേശങ്ങൾ ആർക്കും അയക്കില്ല എന്ന് എഴുതിത്തരാനടക്കം കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞു. ജീവനക്കാരെ ആകട്ടെ പേര് പറഞ്ഞ് അഭിസംബോധന ചെയ്തായിരുന്നു ആ സന്ദേശം എത്തിയത്. കഴിഞ്ഞ ബജറ്റിൽ കൊടുത്ത പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നൊന്നായി നടപ്പാക്കി പോരുകയാണെന്നും ജീവനക്കാർക്കും പെൻഷൻകാർക്കും പ്രഖ്യാപിച്ച DA DR സർക്കാർ പൂർണ്ണമായും അനുവദിച്ചിരിക്കുകയാണെന്നും ഈ സന്ദേശത്തിൽ പറയുന്നു. ആകെ DA 35% വർദ്ധിപ്പിച്ചു. മാർച്ച് 1 ലഭിക്കുന്ന ശമ്പളത്തോടൊപ്പം ആദ്യം വർദ്ധിപ്പിച്ച 3% DAയും ഏപ്രിൽ 1 ലഭിക്കുന്ന ശമ്പളത്തോടൊപ്പം ഇപ്പോൾ വർദ്ധിപ്പിച്ച 10% DAയും നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമെന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത്. സർക്കാർ ജീവനക്കാരുടെ ഭവന നിർമ്മാണ അഡ്വാൻസ് പുനഃസ്ഥാപിച്ച കാര്യവും അറിഞ്ഞിരിക്കുമല്ലോ. ജീവനക്കാരുടെ ക്ഷേമവും അവകാശങ്ങളും സംരക്ഷിക്കാൻ ഈ സർക്കാർ എന്നും ഒപ്പമുണ്ട്. വരുന്ന ആളുകളിലും ഈ കരുതൽ തുടരും, ഉറപ്പാണ്. വാക്ക് മുഖ്യമന്ത്രിയുടെ സന്ദേശം ഇങ്ങനെ പറഞ്ഞാണ് അവസാനിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ ഉറപ്പ്, ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സ്വകാര്യതാ ലംഘനത്തെ ഏവരും ചൂണ്ടിക്കാട്ടിയത്. മുഖ്യമന്ത്രിയുടെ പേരിൽ സന്ദേശം അയച്ചതിനെതിരെ ജീവനക്കാരുടെ സംഘടന അടക്കം രംഗത്ത് വന്നു. സ്പാർക്കിൽ നിന്നും ജീവനക്കാരുടെ ഡേറ്റ മോഷ്ടിച്ചു. മുഖ്യമന്ത്രിയുടെ പേരിൽ നടത്തുന്ന സന്ദേശം ചട്ടലംഘനമാണ്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണം. ഈ ഒരു ആവശ്യവുമായി തന്നെയാണ് NGO അസോസിയേഷൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ശക്തമായ രീതിയിൽ തന്നെ ഇതിനെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുന്നത്
സൗജന്യ കിറ്റ് മാതൃകയിലെ സർക്കാരിന്റെ ഔദാര്യമാണെന്ന നിലയിൽ ജീവനക്കാർക്ക് മുഖ്യമന്ത്രി എന്തിന് സന്ദേശം അയച്ചു? അതും വ്യക്തിപരമായി സന്ദേശം അയച്ചിരിക്കുന്ന കാര്യം അല്പത്തരവും തരംതാണ രാഷ്ട്രീയ നാടകവുമാണെന്നാണ് NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ജാഫർ ഖാനും ജനറൽ സെക്രട്ടറി AP സുനിലും വ്യക്തമാക്കുന്നത്. ജീവനക്കാർക്ക് അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നൽകുന്നതിൽ ഇത്തരം ഔദാര്യം പിടിച്ച പരിപാടികൾ അതൊരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല. അവർ പണിയെടുത്തതിന്റെ കൂലിയാണ് കിട്ടുന്നത്. അതിൽ സർക്കാരിന് പ്രത്യേകിച്ച് നേട്ടം പറയാനൊന്നുമില്ല. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് മാത്രമായി സ്പാർക്കിന് കൊടുത്തിട്ടുള്ള ഈ വ്യക്തിഗത ഫോൺ നമ്പറുകൾ, മറ്റ് വിവരങ്ങൾ, ഇമെയിലുകൾ അടക്കം അനുമതി കൂടാതെ എന്തിനുപയോഗിച്ചു? മുഖ്യമന്ത്രിയുടെ ഓഫീസ് രാഷ്ട്രീയ ലാഭത്തിനായിട്ടാണ് ഇതിനെയൊക്കെ വിനിയോഗിച്ചത്. തികച്ചും ചട്ടവിരുദ്ധമാണ് ഈ പ്രവർത്തനം. സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുള്ള വിവരങ്ങൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനായി മേലുദ്യോഗസ്ഥർക്കും വേതന നിർണയ മേലധികാരികൾക്കും ഫിനാൻസ് വകുപ്പിലെ സ്പാർക്ക് പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റിനും PMUവിനും മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നിരിക്കെ എങ്ങനെ ഈ വിവരങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കിട്ടി? എവിടെ നിന്ന് കിട്ടി? ആര് ചോർത്തി നൽകി? എന്തിനു നൽകി? സ്പ്രിംഗ്ലർ മാതൃകയിൽ ധനകാര്യ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള സ്പാർക്കിലും അഴിമതി നടക്കുന്നു എന്നതിന്റെ പച്ചയായ തെളിവായി ഇതിനെ നോക്കിക്കാണാം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുടെ നഗ്നമായ ലംഘനമായി കൂടി ഈ ഒരു വിഷയത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഈ നടപടി സിവിൽ സർവീസിന്റെ ചരിത്രത്തിലാദ്യമായി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജീവനക്കാരെ തന്നെ സ്വാധീനിക്കാനുള്ള, അവരുടെ സ്വകാര്യത ലംഘിക്കാൻ അത് ചോർത്തിയെടുത്ത് മുഖ്യമന്ത്രിയുടെ PR വർക്കിന് വേണ്ടി നൽകിയിരിക്കുന്ന ഈ രീതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പദവിയുടെ തന്നെ നഗ്നമായ ദുരുപയോഗമായി വിമർശിക്കുന്നുണ്ട്. ഇതിന് കാരണക്കാരായവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ചേ പറ്റൂ എന്ന് തന്നെയാണ് സംഘടന പറയുന്നത്. സർക്കാർ ജീവനക്കാരുടെ ഔദ്യോഗിക ശമ്പള സോഫ്റ്റ്വെയർ ആയിട്ടുള്ള സ്പാർക്കിൽ നിന്നും ഈ വിവരങ്ങൾ ആരാണ് ചോർത്തിയെടുത്തത് എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. സർക്കാരിന്റെ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് ഉപയോഗിച്ച സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് NGO സംഘം ആരോപിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വേണ്ടി ഔദ്യോഗിക രേഖകൾ എങ്ങനെയാണ് ചോർത്തിയത് വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയം തന്നെയാണ്. ധനകാര്യ വകുപ്പിന്റെ മേൽനോട്ടത്തിലുള്ള സ്പാർക്കിൽ നിന്നും ഡേറ്റകൾ രഹസ്യമായി IT ഏജൻസിക്ക് കൈമാറിയ സർക്കാർ സംവിധാനത്തിന്റെ തന്നെ വിശ്വാസ്യത ഇല്ലാതാക്കിയ ഈ നടപടി ഏറെ ചോദ്യം ചെയ്യപ്പെടും. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് NGO സംഘ് സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള മഹാദേവൻ, ജനറൽ സെക്രട്ടറി രാജേഷ് എന്നിവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്പാർക്കിലെ ഈ വിവരങ്ങൾ ചോർത്തി രാഷ്ട്രീയ പ്രചാരണം നടത്തുന്നതിൽ ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനയായിട്ടുള്ള HSSTA പ്രസിഡന്റായിട്ടുള്ള S മനോജും സർക്കാരിനെതിരെ സൈബർ സെല്ലിന്റെ ചാർജുള്ള ADGPക്ക് പരാതി കൊടുത്തതും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതോടൊപ്പം തന്നെ കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട നിരീക്ഷണം കൂടി ഇങ്ങനെയാണ്. സർക്കാർ ചെലവിൽ പാർട്ടി സർവേ നടത്തുന്നത് തടഞ്ഞുകൊണ്ടുള്ള കോടതി ഉത്തരവിന് തൊട്ടു പിറകെയാണ് ഈ പുതിയ ആരോപണം കൂടി കോടതിയിൽ എത്തിയത്. സ്പാർക്കിലെ വിവരങ്ങൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയത് എന്നതിനെ കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന ഹർജിക്കാരുടെ ആവശ്യം ഏറെ ഗൗരവത്തോടെ തന്നെയാണ് കോടതി നോക്കിക്കണ്ടത്. വ്യക്തിപരമായ വിവരങ്ങൾ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ നൽകുന്നത് കൃത്യമായ ആവശ്യങ്ങൾക്കാണ്. അത് മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും. അനധികൃതമായ വിവരങ്ങൾ ഉപയോഗിച്ചതിന് നഷ്ടപരിഹാരം വേണമെന്നും ഇത്തരം നടപടികൾ അടിയന്തരമായി തടയുകയുമാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. കേസ് എന്തായിരുന്നാലും വീണ്ടും പരിഗണിക്കുമ്പോൾ ശക്തമായി തന്നെ ഇതിൽ ഇടപെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.